അന്വേഷണത്തിൻ്റെയും അർത്ഥം തേടലിൻ്റെയും ഇടമാണ് ആശ്വാസധാര. ആശ്വാസധാരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവാണ്. പിതാവിനെ സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചോദ്യം തികച്ചും ദൈവശാസ്ത്രപരമായ ഒരു സംശയമാണ്. ഞാൻ ഒന്ന് വായിക്കാം. തികച്ചും ദൈവശാസ്ത്രപരമായ ഒരു സംശയം ഉന്നയിക്കുവാനായിട്ടാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. സന്താനപുഷ്ടി ഉള്ളവനായി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, സകല ജീവജാലങ്ങൾക്കും മേൽ നിനക്ക് അധികാരം ഉണ്ടായിരിക്കും. ഇത് മനുഷ്യ കേന്ദ്രീകൃതമായൊരു ജീവിത വീക്ഷണമല്ലേ? പ്രകൃതിക്ക് മേൽ മനുഷ്യന് സർവാധിപത്യം നൽകലല്ലേ ഇത്? എന്തും പ്രകൃതിയിൽ ചെയ്യുവാനുള്ള ലൈസൻസ് അല്ലേ ഇത്? ഇങ്ങനെയൊരു ധാരണ ക്രൈസ്തവർക്കിടയിൽ പൊതുവെ ഉണ്ട് എന്ന് തോന്നുന്നു. ആധുനിക പാരിസ്ഥിതിക അവബോധത്തിൻ്റെ ഒരു സംസ്കാരം വെച്ച് പറഞ്ഞാൽ ഇത് പ്രകൃതിയോടുള്ള വെല്ലുവിളിയല്ലേ? ഇതാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. വളരെ അഭ്യസ്തവിദ്യനായ ഒരാളായിരിക്കണം ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊരു നല്ല നിരീക്ഷണം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ പ്രത്യാഘാതങ്ങളിലേക്ക് എത്തിക്കാവുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു ചിന്താധാരയെ തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. ദൈവശാസ്ത്രപരം എന്നതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളെ സ്പർശിച്ച് നിൽക്കുന്ന ഒരു നല്ല ചോദ്യമാണിത്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവിന് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിനെ സമഗ്രമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഒന്ന്, ഈ ഒരു പ്രപഞ്ച വീക്ഷണം അത് എന്താണ് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ തരത്തിൽ അതിനെ കാണാനായിട്ട് പറ്റുമോ എന്നൊക്കെ നമ്മൾ അപഗ്രഥിക്കേണ്ടതായിട്ട്. മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വീക്ഷണമല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യം. അതെ, അതിനെ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ അപഗ്രഥിക്കാനായിട്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഞ്ചഗ്രന്ഥം എന്ന് പറയുന്ന 5 പുസ്തകങ്ങളുടെ സമാഹാരമായ ആദ്യത്തെ പുസ്തകങ്ങൾ ബൈബിളിലുള്ളത്, അതിൻ്റെ രചനാ കാലഘട്ടം, അതിൻ്റെ പശ്ചാത്തലം, ഇതെല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ബൈബിളിൻ്റെ ഈ ഒരു ദർശനത്തിലേക്ക് വന്ന കാലഘട്ടത്തിന് മുമ്പൊക്കെയുള്ള ഒരു പ്രാചീന കാലഘട്ടത്ത് പ്രകൃതിയെ ദൈവമായി കരുതുകയും പ്രപഞ്ചശക്തികളെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം നിലനിന്നിരുന്നു പ്രാചീന മതപാരമ്പര്യങ്ങളിലും ചിന്തകളിലും ഒക്കെ. പക്ഷെ ബൈബിളിലൂടെ നൽകപ്പെടുന്ന ഒരു വലിയ ദർശനവും വെളിപ്പെടുത്തലും ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ മകുടമായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെയുള്ള യാഥാർത്ഥ്യമാണ്. അതുതന്നെ ശരിയാവണ്ണം ഈ ടെക്സ്റ്റ് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള പാരമ്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. 4 വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിലൂടെയാണ് പഞ്ചഗ്രന്ഥം രൂപപ്പെട്ടിരിക്കുന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ദൈവശാസ്ത്ര മേഖലയിലെല്ലാം അല്ലെ ബൈബിൾ പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അതായത് യാഹ്വിസ്റ്റ്, എലോഹിസ്റ്റ്, നിയമാവർത്തന പാരമ്പര്യം, ഒപ്പം പുരോഹിത പാരമ്പര്യം. യാഹ്വിസ്റ്റ്, എലോഹിസ്റ്റ്, ഡ്യൂട്രോണമിക് ആൻഡ് പ്രീസ്ലി എന്ന് പറയും. അതിന് യാഹ്വയെ ദൈവമായി അല്ലെങ്കിൽ യാഹ്വെ എന്ന പേര് ദൈവത്തിന് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പാരമ്പര്യം, അതിന് യാഹ്വിസ്റ്റ് എന്ന് വിളിക്കുന്നത് മാത്രം. എലോഹിസ്റ്റ് എന്ന് പറയുന്നത് എലോഹിം എന്ന ദൈവത്തെ വിളിക്കുന്നു, ദൈവനാമത്തെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുകൊണ്ട് ആ പാരമ്പര്യത്തിന് ആ പേര് കൊടുത്തിരിക്കുന്നു. മറ്റൊന്നുള്ളത് പുരോഹിത പാരമ്പര്യമാണ്, പ്രീസ്ലി. അതിന് മുമ്പ് വരുന്ന മറ്റൊന്നുള്ളത് നിയമാവർത്തന പാരമ്പര്യമാണ്. അപ്പോൾ ഈ 4 പാരമ്പര്യങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 2 അധ്യായങ്ങളിലെ സൃഷ്ടി വിവരണങ്ങൾ 2 തരം സൃഷ്ടി വിവരണങ്ങൾ തന്നെയാണ്. അതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ലെങ്കിൽ തമ്മിൽ ഒരു വ്യത്യാസം കാണുമ്പോൾ എന്താ ഇങ്ങനെയെന്നൊരു ചോദ്യം വരും. ഇത് 2 പാരമ്പര്യത്തിലൂടെ വന്നതാണ്. ആദ്യത്തെ പുസ്തകം, അതായത് 1-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ പാരമ്പര്യം പുരോഹിത പാരമ്പര്യത്തിലുള്ളതാണ്, പ്രീസ്ലി ട്രഡീഷൻ എന്നൊക്കെ പറയുന്നത്. 2-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ യാഹ്വിസ്റ്റ് പാരമ്പര്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ 1-ാം അധ്യായവും 2-ാം അധ്യായവും തമ്മിൽ 2 പാരമ്പര്യങ്ങൾ ചേർത്ത് വെക്കുന്ന സൃഷ്ടി വിവരണത്തിൻ്റെ പ്രത്യേകതകൾ ഉണ്ട്. ഇതിൻ്റെ വ്യത്യാസം എന്താണ്? അതിലേക്ക് ഞാൻ വരാം.
അപ്പോൾ ഈ പാരമ്പര്യങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ഈ പഞ്ചഗ്രന്ഥം എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ഒരു 600 വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട് അതിൻ്റെ രചനാകാലം ഏതാണ്ട് 600 വർഷമെങ്കിലും ഉണ്ടാകും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു വാചിക പാരമ്പര്യത്തിൽ 1000-ഓളം വർഷം പഴക്കം വരുമെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇങ്ങനെ വർഷങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ട്, ദൈവനിവേശിതമാണ്. അത് നൂറ്റാണ്ടുകളിലൂടെ സാവധാനം രൂപപ്പെട്ടു വന്നതാണ്. അങ്ങനെയാണ് ഈ പഞ്ചഗ്രന്ഥം തന്നെ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ പ്രീസ്ലി എന്ന് പറയുന്ന പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പുരോഹിത പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ പ്രത്യേക ചിന്താധാരകളും ആശയങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നത് ഏതാണ്ട് BC 587 മുതലുള്ള ഒരു കാലഘട്ടം. അത് ബാബിലോണിയൻ അടിമത്വ കാലവും അതിനുശേഷം വരുന്നതുമാണ്. അപ്പം ബാബിലോൺ അടിമത്വ കാലത്തെയും അതിനുശേഷം വരുന്ന കാലഘട്ടത്തെയും എല്ലാം ജനത്തിൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവികമായ ഒരു ഇടപെടലിലൂടെ വിശ്വാസ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും സാവധാനം രൂപപ്പെട്ടു വന്ന് രചിക്കപ്പെട്ടതാണ് ഈ 1-ാം അധ്യായം. അതുപോലെ തന്നെ മറ്റ് അധ്യായങ്ങളുമുണ്ട്. പഞ്ചഗ്രന്ഥത്തിലെ മറ്റ് അധ്യായങ്ങളും ഈ പുരോഹിത പാരമ്പര്യത്തിൽ പെടുന്നുണ്ട്. 1-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിലെ സൃഷ്ടിയുടെ വിവരണം എന്ന് പറയുന്നതൊക്കെ ഈ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്നതാണ്, പുരോഹിത പാരമ്പര്യത്തിൽ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബാബിലോൺ അടിമത്ത കാലത്ത് ദൈവജനത്തിന് അല്ലെ ഇസ്രായേൽ ജനത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് രാജാവ് നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൻ്റെ സമ്പത്ത്, നഗരങ്ങൾ, അവരുടെ കുടുംബം എന്നെല്ലാം മുഴുവൻ അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു ശൂന്യതയിലേക്ക് എത്തിയ ഒരു സമൂഹമായിട്ട് അവർ അധപ്പതിച്ചു. അടിമത്വവുമാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു അസ്തിത്വം പോലും ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ ഭരണ സംവിധാനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് അടിമകളായി ഒന്നുമില്ലാത്തവരായി തീർന്ന ഒരു സമൂഹത്തിൻ്റെ വികാര വിചാരങ്ങൾ, അവരുടെ പ്രാർത്ഥന, അവരുടെ ദൈവാന്വേഷണങ്ങൾ, അതിന് പിന്നിൽ അതിന് ശേഷം വരുന്ന അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു വിശ്വാസ പൈതൃകം, ഒരു വിശ്വാസ പാരമ്പര്യം, അതിലൂടെ രൂപപ്പെട്ടു വന്നതാണ് ഈ 1-ാം അധ്യായത്തിലെ സൃഷ്ടിയുടെ വിവരണം. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന ഈ കാര്യങ്ങൾ, ഇവിടെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ച അല്ലെങ്കിൽ ഈ കത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെന്ന് പറയുന്നത് 1-ാം അധ്യായം 28-ാമത്തെ വാക്യമാണത്. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. തുടർന്ന് വരുന്നത് സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു 5 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സന്താനപുഷ്ടിയുള്ളവരാകുക, പെരുകുക, ഭൂമിയിൽ നിറയുക, അതിനെ കീഴടക്കുക, സകല ജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കുക. ഈ 5 കാര്യങ്ങളെ ഒരു ആധിപത്യത്തിൻ്റെ രീതിയിലാണ് ചിലപ്പോഴെല്ലാം അവതരിപ്പിക്കുന്നത്. അതാണ് തെറ്റിദ്ധാരണയ്ക്കിടയാകുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ പ്രത്യേക ബാബിലോൺ അടിമത്വ കാലത്ത് അനുഭവിച്ച സർവ്വനഷ്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ തുടങ്ങുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നതായിട്ട് തന്നെയാണ്. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നൊരു അനുഗ്രഹമാണ്, അതൊരു കമാൻഡല്ല, ഒരു ഓതറൈസേഷനാണ്. അത് മാത്രമല്ല, ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തെ അവർ തന്നെ നോക്കിക്കാണുകയാണ്. അതിൻ്റെ നിഴലാണ് അവർ കാണുന്നത് ഈ സൃഷ്ടിയിൽ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ, ദൈവനിവേശിതമായ ആ കൃപ, ആ വിശുദ്ധ പാരമ്പര്യത്തിൽ ഉൾച്ചേരുന്നത് ഈ ചരിത്രത്തോടും ജീവിത സാഹചര്യങ്ങളോടും സംസ്കാരത്തോടും എല്ലാം ചേർന്നുകൊണ്ടാണ്. ബൈബിളിൽ അത് ഉടനീളം കാണാൻ പറ്റും. എവിടെ നോക്കിയാലും ആ ജീവിത സാഹചര്യവും മനുഷ്യൻ്റെ അന്നത്തെ സംസ്കാരവും എല്ലാം ബൈബിളിൽ നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങൾ വളരണം, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം, നിങ്ങൾ ഐശ്വര്യം പ്രാപിക്കണം, നിങ്ങൾ അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ മകുടമായിട്ട് മാറണം. ഇന്ന് ദൈവം അവരെ അനുഗ്രഹിക്കുകയാണ്. ഇനി മറ്റു പല ഭാഗത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട് കാണുന്നത് ദൈവ സാന്നിധ്യം, സന്താന സമ്പുഷ്ടി, സാമ്പത്തിക വളർച്ച, ഐശ്വര്യം, ഇതെല്ലാം ദൈവം കൊടുക്കുന്ന അനുഗ്രഹമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം, പ്രത്യേകിച്ചും പഴയ നിയമ പുസ്തകങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് അതിന് സൂചന കൊടുക്കുന്നത്. അപ്പം ഇതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ ഒരു ആധിപത്യമല്ല. ഇതിനെ ഒരു ആധിപത്യത്തിൻ്റെ പ്രക്രിയയായിട്ടൊക്കെ ചില കാലങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഓരോ കാലത്തും ഈ ടെക്സ്റ്റ് എടുത്ത് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ പ്രത്യേകിച്ച് റിനൈസൻസ് പീരീഡിലും നവോത്ഥാന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ മാനവികത, ഹ്യൂമനിസത്തിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ ഈ ടെക്സ്റ്റിനെ അടർത്തിയെടുത്ത് ഒരു സർവാധിപത്യത്തിൻ്റെ സൂചനയായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതി വളരെ ശരിയാണത്. വാസ്തവത്തിൽ അങ്ങനെയാണത് ഇത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പോയത്. പ്രത്യേകിച്ച് നവോത്ഥാന കാലത്ത് സാർ പറഞ്ഞതുപോലെ, അതുപോലെ ശാസ്ത്ര വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ
അന്ന് ഈ ടെക്സ്റ്റ് ഒരു പ്രത്യേകിച്ചും യൂറോപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊരു സപ്പോർട്ടായിട്ട് കണ്ടു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ശരിയാവണ്ണം പഠിക്കാതെ അന്ന് അതിനെക്കുറിച്ച് അത്രമാത്രം ആഴമായ ദൈവശാസ്ത്ര പഠനങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു, കുറച്ചുകൂടി ലിറ്ററലായിട്ട് അങ്ങ് വ്യാഖ്യാനിച്ചു, അതിനൊരു സപ്പോർട്ടായിട്ട് എടുത്തു. കുറേയെല്ലാം അങ്ങനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതെല്ലാം മാറി. ആ കാഴ്ചപ്പാട് ശരിക്കുള്ള ബൈബിളിൻ്റെ ദർശനം എന്ന് പറയുന്നത് അതല്ല. ഉൽപ്പത്തി പുസ്തകം തന്നെ 2:15 എന്ന് പറയുന്നത് ഇതാണ്: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അതുകൂടെ ചേർത്ത് വായിക്കണം. ഈ പാരമ്പര്യങ്ങളെല്ലാം കോൺട്രഡിക്ടറി അല്ല, കോംപ്ലിമെൻറ്റിങ് ആണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്താ കാണുന്നത്? വാസ്തവത്തിൽ അവിടെ സംരക്ഷിക്കുക, ആ തോട്ടത്തെ, ഏദൻ തോട്ടം എന്ന് പറയുന്ന ആ ഒരു പ്രകൃതിയെ അങ്ങനെ കാണാം. അതിനെ സംരക്ഷിക്കാനായിട്ട്, അതിനെ വേണ്ടവിധം പരിപാലിക്കാനായിട്ട്, കരുതാനായിട്ട്, അതിനെ കൃഷിയോഗ്യമാക്കി തീർക്കാനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് അതിനെ വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ, എന്നാൽ സ്നേഹത്തോടു കൂടി അതിനെ കരുതാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും വേണ്ടി അവൻ നിയുക്തനായി എന്ന് വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ സൃഷ്ടിയെക്കുറിച്ചുള്ള ആ ഒരു വിവരണം ഈ പാരമ്പര്യമനുസരിച്ച്, പുരോഹിത പാരമ്പര്യമനുസരിച്ചുള്ളതിനകത്ത് ദൈവം ഈ പ്രപഞ്ചത്തെയാണ് ആദ്യം സൃഷ്ടിക്കുന്നത്. ഓരോന്നും കഴിയും വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഓരോ സൃഷ്ടിയും നടക്കുമ്പോൾ അത് കണ്ടതിന് ശേഷം ദൈവം മനോഹരമായിരിക്കുന്നുവെന്ന് പറഞ്ഞ് അതിൽ ആനന്ദിക്കുകയാണ്. അങ്ങനെയൊരു നല്ല ഉദാത്തമായ ഒരു ദൈവസ്തുതിയാണ് വാസ്തവത്തിൽ സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണം. മനോഹരമായൊരു ദൈവസ്തുതി. അപ്പോൾ ഈ ദൈവസ്തുതിയിലെല്ലാം അത് ആ ഗ്രന്ഥകാരൻ നടത്തുന്ന ഒരു ദൈവസ്തുതിയായിട്ട്, അല്ലെ പാരമ്പര്യങ്ങളിൽ അങ്ങനെയാണത് രൂപപ്പെട്ട് വന്നിരിക്കുന്നത്, ദൈവസ്തുതിയായിട്ടാണ്. പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾ അവിടെ മനോഹരമായിട്ട് വരുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ സൃഷ്ടിയുടെ ആനന്ദവുമൊക്കെയാണ്. അതിനെ ഒന്നും നശിപ്പിക്കാനല്ല, അതെല്ലാം മനോഹരമാണ് ദൈവം കാണുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഉൽപ്പത്തി 1-2 അധ്യായങ്ങൾ സൃഷ്ടിയെക്കുറിച്ചുള്ള ഒരു വിവരണത്തിനകത്തും, ബൈബിളിലെ ഒരു വിവരണത്തിനകത്തും ഈ പ്രപഞ്ചത്തെ നശിപ്പിക്കണമെന്നോ ഇല്ലെന്നാക്കണമെന്നോ അതിനെ അടിച്ചമർത്തണമെന്നോ കീഴടക്കണമെന്നോ എന്നുള്ള പ്രമേയങ്ങളില്ല. അതിനെ മനോഹരമായിട്ട് ഉദ്യാനമായിട്ട് പരിപാലിച്ച് നയിക്കാൻ, അതിനോട് ചേർന്ന് മനുഷ്യൻ വളരാനൊക്കെ വേണ്ടി ആണ് ഈ ടെക്സ്റ്റുകളെല്ലാം. വളരെ സുന്ദരമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു മനോഹരമായ അപ്പസ്തോല പ്രബോധനം ലൗദാത്തോ സി, അത് ഈ കഴിഞ്ഞ നാളുകളിൽ തന്നെ ഇറങ്ങിയത് ഈ പ്രപഞ്ച വീക്ഷണത്തെ മനോഹരമായിട്ട് അടയാളപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ പൊതു ആവാസ ഗേഹമാണ് ഈ പ്രകൃതി, ഈ ചുറ്റുവട്ടങ്ങൾ മുഴുവനും. സകല ജീവജാലങ്ങളോടും ചേർന്ന് മനുഷ്യൻ ചരിക്കേണ്ടതാണ്. അങ്ങനെ ഈ പ്രകൃതിയെ സംരക്ഷിച്ച് സ്നേഹിച്ച് വളർത്തിയെടുക്കണമെന്ന് വളരെ സുന്ദരമായിട്ട് ആധികാരികമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു പഠനമാണിത്. ഇത് സകല ജനവിഭാഗങ്ങൾക്കും വേണ്ടി തുറന്ന് ചർച്ചകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. അത്രമാത്രം ഇത് ചർച്ച ചെയ്യപ്പെട്ടൊരു പഠനവുമാണ് ഈ പ്രബോധനങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ മഹത്വം, അത് സംരക്ഷിക്കപ്പെടാതിരിക്കുന്നതിന് വലിയ അപകടങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ചർച്ചാ വിഷയമാകുന്നുണ്ട് ലൗദാത്തോ സി. അപ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവ ദർശനമെന്ന് പറയുന്നത് ബൈബിൾ അധിഷ്ഠിതമായിട്ട് ഈ പ്രകൃതിയോട് ചേർന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പലപ്പോഴും ഈ ഇസ്ലാമിക സൂഫി പാരമ്പര്യം, ഇന്ത്യൻ ഭക്തി പാരമ്പര്യം, ഇവിടെയൊക്കെ പ്രകൃതിയോട് ചേരുന്ന ഈശ്വരനെ പ്രകൃതിയിലൂടെ സാക്ഷാത്കരിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ദർശനമാണ്. അത്തരത്തിലുള്ളൊരു ദർശനം ക്രൈസ്തവ ചിന്തയുടെ ഭാഗമായിട്ട് ഉണ്ടോ? അല്പസ്വല്പമൊക്കെ വ്യത്യാസം തീർച്ചയായിട്ടും ഈ കാര്യത്തിലുണ്ട്. ഈ പ്രപഞ്ചം, ഈ പ്രകൃതി, ഇത് മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുകലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടല്ല ക്രൈസ്തവ ചിന്തയിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലുള്ളത്. മറിച്ച് ദൈവത്തെ ഈ പ്രകൃതിയിൽ ദർശിക്കാൻ പറ്റും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുദ്രകൾ ഈ പ്രപഞ്ചത്തിൽ പതിഞ്ഞു കിടപ്പുണ്ടെന്നൊക്കെ മനോഹരമായിട്ട് ബെനഡിക്റ്റ് പാപ്പ ഒരിക്കൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ, ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ പോലെ ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും. അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിനകത്ത് ഒരു കുറവുമില്ലെന്നല്ല, അത് ശരിയായ വീക്ഷണമാണ്. പക്ഷേ പ്രകൃതി ദൈവമാണെന്ന് പറയാൻ പാടില്ല, പ്രപഞ്ചശക്തികൾ ദൈവസ്ഥാനത്തേക്ക് വരാൻ പാടില്ല. പ്രകൃതി ദൈവസ്ഥാനത്ത് നിൽക്കുകയല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നതാണ് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാട്. സൃഷ്ടിയിലൂടെ സൃഷ്ടാവിലേക്ക് എത്തുക. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആ ചിന്തകളെയും ഗീതത്തെയും ഒക്കെ ആസ്പദമാക്കിയാണ് ലൗദാത്തോ സി തന്നെ മാർപ്പാപ്പ രചിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുത്തിരിക്കുന്ന ആ ചിന്തയാണ്. ഫ്രാൻസിസ് പിതാവ്, അല്ലെങ്കിൽ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് എന്ന് പറയുന്ന ലോകാരാധ്യനായ മഹാനും വിശുദ്ധനുമായ ആ വ്യക്തിയുടെ സൂര്യഗീതം ഒക്കെ
എത്ര മനോഹരമാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും സഹോദരനും സഹോദരിയുമായി കണ്ടുകൊണ്ട് അങ്ങനെ സ്നേഹത്തോടുകൂടി ആലപിക്കുന്ന ഒരു ഗീതം. അത് ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യൻ ആത്മീയതയിലേക്ക് വളരുന്നതിൻ്റെ അടയാളമാണ്. പ്രകൃതി അല്ലെ പ്രപഞ്ചം മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാട് വളരെ മനോഹരമാണ്. ഒപ്പം അതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം, പ്രപഞ്ചം നമ്മുടെ അമ്മയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ അത് വളരെ വ്യക്തവുമാണ്. ആദ്യം ദൈവം തൊടുന്നത് ഈ പ്രപഞ്ചത്തെയാണെന്ന് പറയാൻ പറ്റും. ആദ്യം ദൈവം സൃഷ്ടിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സകല സൃഷ്ടിജാലങ്ങളെയാണ്. മനുഷ്യൻ അവസാനമായിട്ട് വരുന്നു. പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിജാലങ്ങളുടെ എല്ലാം മകുടമായിട്ടാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയും. അത് വളരെ പ്രസക്തമാണ്. ഈ ക്രൈസ്തവ ദർശനം അനുസരിച്ച്, അല്ലെ ബൈബിളിൻ്റെ ദർശനം അനുസരിച്ച് സൃഷ്ടിയുടെ എല്ലാം മകുടമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗവുമാണ്, അതേസമയം അതിൻ്റെ ഒരു കിരീടവുമായിട്ട് മനുഷ്യനെ കാണുന്നതിനകത്ത് തെറ്റില്ല. പക്ഷെ അതേസമയം പ്രകൃതി നമ്മുടെ അമ്മയാണെന്ന് പറയാം. കാരണം ആദ്യം ഉണ്ടായ അമ്മ, ആ അമ്മയുടെ മടിത്തട്ടിൽ നിന്നും മനുഷ്യൻ പിറക്കുന്നു എന്ന് ചിന്തിക്കുന്നത് മനോഹരമാണത്. 2-ാം അധ്യായത്തിൽ വിവരണം അനുസരിച്ചാണെങ്കിൽ മണ്ണ് കുഴച്ച് ആ പൂഴിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിലെ അമ്മയുടെ മടിത്തട്ടിൽ നിന്നും മനുഷ്യൻ രൂപപ്പെട്ടു വന്നു എന്ന ആ ദൈവത്തിൻ്റെ ജീവശ്വാസം അവനിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അവന് ജന്മം കൊടുത്തു. അപ്പോൾ ആ വിവരണത്തിനകത്തൊക്കെ ഉൾച്ചേരുന്ന ആഴമായ ദൈവശാസ്ത്ര ആത്മീയ ചിന്തകൾ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന മനുഷ്യൻ പ്രപഞ്ചത്തെ അമ്മയായി കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു പ്രകൃതി ആത്മീയത, ഒരു ഇക്കോ സ്പിരിച്വാലിറ്റി ക്രൈസ്തവർക്കിടയിൽ രൂപപ്പെടേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ? സാർ ഉദ്ദേശിക്കുന്ന ഇപ്പോഴുള്ളതിനേക്കാളും കുറേ കൂടി അല്ലേ ശക്തമായ രീതിയിൽ ഈ പ്രപഞ്ചത്തെയും ചുറ്റുപാടുകളെയും ഒക്കെ സ്നേഹിക്കുന്ന കുറച്ചുകൂടി ഒരു ആഴമുള്ള ഒരു ആത്മീയത നല്ലതാണത്. ശരിക്കും ഒരു ആത്മീയതയിൽ വളരും തോറും നമ്മൾ ഈ പ്രകൃതിയോട് അടുക്കുക ചെയ്യുന്നത്. അത് വിശുദ്ധരുടെ എല്ലാം ജീവിതം നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും. സന്യാസം തന്നെ എങ്ങനെയാണ്? ആദ്യം സന്യാസമൊക്കെ ആരംഭിക്കുന്ന മരുഭൂമിയിൽ, വനാന്തരങ്ങളിലൊക്കെയാണ്. അത് ക്രൈസ്തവ സന്യാസത്തിന് തുടക്കമാണെങ്കിലും 3-4 നൂറ്റാണ്ടുകളിലൊക്കെ സന്യാസത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യൻ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു, പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നു, വനാന്തരങ്ങളിലേക്ക് മാറി. ഭാരതീയ ആധ്യാത്മികതയിലും അത് വളരെ ശരിയാണത്. മലഞ്ചെരുവിലും വനാന്തരങ്ങളിലുമൊക്കെ തപസ് ചെയ്യുന്ന മുനിമാർ, മഹർഷിമാർ ഒക്കെ, അത് എല്ലാ മതങ്ങളിലും ആ കാഴ്ചപ്പാടുണ്ട്. അതൊരു പൊതുതത്വം തന്നെയാണ്. ക്രൈസ്തവ ദർശനത്തിലും അത് വളരെ വ്യക്തമാണ്. വിശുദ്ധിയിൽ വളരുന്ന മനുഷ്യന് ഈ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ചെയ്യുന്നത്, പ്രകൃതിയെ വെറുക്കുകയല്ല ചെയ്യുന്നത്. കാരണം പ്രകൃതി അല്ലെ ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തുടിപ്പുകളാണ് ഉണർത്തുന്നത്. അതിലേക്ക് പ്രവേശിക്കുക വേണ്ടത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ല. അതിനെ സംരക്ഷിക്കേണ്ടതാണ്, അതിനെ ആദരിക്കേണ്ടതാണ്. ഇത് ഒരു എക്കോ സ്പിരിച്വാലിറ്റിയുടെ അല്ലെ എക്കോളജിയുടെ ഒക്കെ ആ ചിന്തകളോട് വളരെ ചേർത്ത് കാണേണ്ടതാണ്. കുറച്ചുകൂടി ആ തരത്തിലേക്ക് നമ്മൾ വളരാനുണ്ട് എന്നുള്ളത് സത്യം. തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാപസങ്കല്പങ്ങളിലൊക്കെ ഈ പ്രകൃതിയോട് ചെയ്യുന്ന അപരാധം അത് ജീവനോട് തന്നെ ചെയ്യുന്ന ഒരു അപരാധമായിട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് കരുതാനായിട്ട് സാധിക്കത്തില്ല. പ്രത്യേകിച്ച് അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ വയ്യാത്ത ഒന്നായിട്ട് ഈ പ്രപഞ്ചം മാറിയാൽ അത് ജീവനോടുള്ള വെല്ലുവിളിയായിട്ട് തീർച്ചയായിട്ടും മാറുമല്ലോ. അപ്പോൾ ആ നിലയിൽ നമ്മുടെ പാപത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഒരു കാലത്തിനനുസരിച്ച് കുറച്ചുകൂടി ഒരു പുനർവായന ആവശ്യമായിട്ട് വന്നിട്ടില്ലേ? എക്കോളജിക്കൽ കൺവേർഷൻ എന്നൊക്കെ മാർപ്പാപ്പ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാപഞ്ചിക മാനസാന്തരം, പ്രകൃതിയോടുള്ള ബന്ധവും സ്നേഹവും ഒക്കെ ഈ പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിലെ ജീവൻ്റെ തുടിപ്പുകളെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുക വേണ്ടത്. സകല ജീവജാലങ്ങളും, സകല പുല്ലിലും പുഷ്പങ്ങളിലും ചെടികളിലും ജന്തുജാലങ്ങളിലും എല്ലാം ജീവൻ്റെ തുടിപ്പുകളുണ്ട്. ആ ജീവൻ ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് സൃഷ്ടിയുടെ വിവരണത്തിൻ്റെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ദർശനം. ദൈവമാണ് സകല ജീവൻ്റെയും തുടക്കം കുറിച്ചത്. സൃഷ്ടാവ് ദൈവമാണ്. അതുകൊണ്ട് ആ ജീവനെ നമുക്ക് നശിപ്പിക്കാൻ അവകാശമില്ല. പ്രകൃതിയിൽ സ്വാഭാവികമായി അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മൃഗങ്ങൾ ആഹാരം തേടും, അത് ജീവജാലങ്ങളെ പരസ്പരം ഭക്ഷിച്ചെന്നിരിക്കും, പുല്ല് തിന്നും. ഇതെല്ലാം സ്വാഭാവികമാണ്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു അനാദരവല്ല. അപ്പോൾ എല്ലാ ജീവനെയും ആദരിക്കേണ്ടതാണ്. ആദരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഭാഗം അത് അതിൻ്റെ ഒരു അവശ്യ ഘടകമാണ്. അപ്പം പ്രകൃതിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു, വാസ്തവത്തിൽ അത് വളരെ ഗൗരവമായൊരു തെറ്റാണ്. ജീവൻ്റെ മേലുള്ളൊരു വെല്ലുവിളിയാണത്. മാലിന്യത്തിൻ്റെ ഒരു തെറ്റായ മാലിന്യ സംസ്കാരം അല്ലേ, മാലിന്യം പ്രോപ്പറായിട്ട് സംസ്കരിക്കാതിരിക്കുക, അത് വെറുതെ ഒരു കരുതലുമില്ലാതെ വലിച്ചെറിയുക,
ഇത്തരം സംഗതികളൊക്കെ കുമ്പസാരത്തിൽ തന്നെ ഏറ്റുപറയേണ്ട പാപങ്ങളല്ലേ? തീർച്ചയായിട്ടും അതെ. അതാണ് സാർ മുമ്പേ ചോദിച്ച ആ ചോദ്യത്തിന് ഇതിനെ ഈ ഒരു പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിലും ചിന്തകളിലുമൊക്കെ കുറേ വ്യത്യാസം കൂടി വരേണ്ടതുണ്ട്. ശരിയായ അർത്ഥത്തിൽ ബൈബിൾ മനസ്സിലാക്കുമ്പോൾ, സഭയുടെ പഠനങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാലിന്യം വലിച്ചെറിയുന്നത് ഗൗരവമായൊരു തെറ്റാണ്. കാരണം മാലിന്യം വലിച്ചെറിയുന്നതിലൂടെ സംഭവിക്കുന്നത് ചുറ്റുപാടുമുള്ള ജീവന് എതിരെയുള്ളൊരു ഭീഷണിയാണത്. പ്രത്യേകിച്ചും പാവപ്പെട്ട മനുഷ്യരാണ് അതിൻ്റെ ദുരന്ത ഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന എന്താ പറയുന്ന രോഗാണുക്കളുടെ വർധനവ്. അപ്പോൾ ഒരു കരുതലില്ലായ്മയാണ്. പാപത്തിൻ്റെ ഒരു സാമൂഹ്യ മാനം എന്ന് പറഞ്ഞൊരു തലമുണ്ട്. ആ സാമൂഹ്യ മാനം പലപ്പോഴും നമ്മൾ അവഗണിച്ചു കളയുന്നു. എല്ലാ പാപത്തിനും ആരും അറിയാതെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപങ്ങൾക്ക് പോലും ഒരു സാമൂഹ്യ മാനമുണ്ട്. കാരണം മനുഷ്യൻ ബന്ധിതമാണ്, ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ ഇതിന് വളരെ പ്രകടമായ ഒരു സാമൂഹ്യ മാനമുണ്ട്. കാരണം ഇത് ചുറ്റുപാടുകളുള്ള മനുഷ്യരെക്കുറിച്ചുള്ള കരുതലില്ലായ്മ, അങ്ങനെ വലിച്ചെറിയുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകളും രോഗസാഹചര്യങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ഒരുപാട് പ്രതിലോമ ചുറ്റുവട്ടങ്ങൾ, ഇത് ഒരു മനുഷ്യൻ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. കുമ്പസാരത്തിൽ ഗൗരവമായിട്ട് ഏറ്റുപറയുകയും പാപമോചനം പ്രാപിക്കുകയും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് വ്യക്തമായ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യേണ്ട ഗൗരവമായൊരു തെറ്റാണത്. പ്രകൃതിയുടെ ഒരു ജൈവ ഘടന, അതിൻ്റെ ഒരു മലനിരകളും താഴ്വാരങ്ങളുമുള്ള ഒരു ഘടന, ഒരു സ്വാഭാവികമായ ഘടനയെ നമുക്ക് മാറ്റാനായിട്ടുള്ള ഒരു അവകാശമില്ല. പലപ്പോഴും നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ മലകൾ അതിന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ അത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, പ്രകൃതിക്ക് മേലുള്ള കടന്നുകയറ്റങ്ങളെ കൂടി നമ്മൾ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. മലയിടിക്കാതിരിക്കുക, പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ നിലനിർത്തുക, ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക, ഇതെല്ലാം പ്രകൃതിയോടുള്ള സ്നേഹവും ആദരവുമാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും വലിയ പ്രതിസന്ധികൾക്കും ഭാവിയിലുണ്ടാകുന്ന അപകടങ്ങൾക്കൊക്കെ ഇടയാകും. ഈ ലൗദാത്തോ സിയിലെ മാർപ്പാപ്പ ഇതെല്ലാം വളരെ കാര്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ, മലയിടിക്കലുകൾ, വലിയ ക്വാറികൾ, അതൊക്കെ നിയമവിധേയമല്ലാത്ത രീതിയിൽ ചെയ്യുന്നതൊക്കെ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കുടിയേറ്റങ്ങളെന്ന് പറയുന്നതിനെ അങ്ങനെ നമ്മൾ ഇത്തരത്തിൽ കയ്യേറ്റങ്ങളാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഏത് കാലഘട്ടത്തും മനുഷ്യൻ കുടിയേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം പ്രകൃതിയിൽ കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് അവന് ലഭിച്ചിരിക്കുന്ന ഒരു ദൈവികമായ ഒരു കൽപ്പന തന്നെയാണെന്ന് പറയാം. കർഷക കുടുംബത്തെ നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. കായനൊരു കർഷകനായിരുന്നു. അപ്പോൾ കാർഷിക വൃത്തി മനുഷ്യൻ്റെ ഉപജീവനത്തിനുള്ള വകയാണ്. മനുഷ്യവംശം ആരംഭിച്ച നാൾ മുതൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയിൽ കൃഷി ചെയ്ത് ഉപജീവനം നേടുകയും അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വാസ്തവത്തിൽ കുടിയേറ്റങ്ങളാണ്. പിന്നീട് ഓരോ കാലഘട്ടത്തിലും കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അനിയന്ത്രിതമായ കയ്യേറ്റങ്ങളായി മാറുകയും അത് ഒരു എല്ലാ തരത്തിലുമുള്ള പ്രകൃതി ചൂഷണങ്ങളായി മാറുകയും മലനിരകൾ ഇടിക്കുകയും അങ്ങനെ വികസനം എന്ന പേരിൽ അത്തരത്തിലൊക്കെ പലതും ചെയ്യുകയും ചെയ്തപ്പോൾ വലിയ പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും പാടില്ലാത്തതുമാണ്. പക്ഷേ ഒത്തിരിയേറെ നമ്മുടെ സമൂഹത്തിന് വളർച്ച ഉണ്ടാകുന്നതിന് ന്യായമായ കുടിയേറ്റങ്ങളും ആത്മാർത്ഥമായ കഠിനാധ്വാനങ്ങളും എല്ലാം കാരണമായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ പ്രകൃതിയോടുള്ള നല്ലൊരു ബന്ധവും സ്നേഹവും ബൈബിളിൻ്റെ വീക്ഷണത്തിൽ ഉണ്ട്. അത് വളർത്തിയെടുക്കേണ്ടതുമാണ്. ഇവിടെ സൂചിപ്പിച്ച ആ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിനെ ശരിയായ വിധം മനസ്സിലാക്കാനായിട്ട് ഈ രീതിയിൽ ചിന്തിക്കണം എന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ബൈബിളിൻ്റെ ഈ വചനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രകൃതി വിരുദ്ധ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെതിരായ ഒരു നിലപാട്, പ്രകൃതിയോടുള്ള ഒരു പ്രതിലോമ വികാരം ബൈബിൾ ഒരിക്കലും പുലർത്തുന്നില്ലെന്ന് മാത്രമല്ല, തിരിച്ച് വളരെ പോസിറ്റീവായിട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, അതിനോട് ഇണങ്ങിച്ചേരുന്ന, അതിലൂടെ ദൈവത്തിലേക്ക് വളരുന്ന, അതിനെ കരുതുന്ന, സംരക്ഷിക്കുന്ന ഒരു ജീവിതശൈലിയും ആധ്യാത്മികതയുമാണ് ബൈബിൾ എപ്പോഴും പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് കുറച്ചൊക്കെ കൈവിട്ടു പോയതാണ്, കുറച്ചൊക്കെ മറന്നു പോയതാണ്, അല്ലെ തെറ്റായിട്ട് ചിന്തിച്ചു പോയതാണ്, ശരിയായ വിധം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ഒരു ജീവിതശൈലിയും ആധ്യാത്മികതയും വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയണം. അത് വരുന്ന കാലത്തിനും ഭാവിക്കും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതാണ്, വേണ്ട വിധം പരിപാലിക്കേണ്ടതാണ്, നമ്മുടെ ചുറ്റുപാടുകളെ സംരക്ഷിക്കേണ്ടതാണ്, മാലിന്യം വലിച്ചെറിയാതിരിക്കേണ്ടതാണ്, ഓരോ വ്യക്തിയോടുമുള്ള കരുതൽ അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കരുതുന്നുണ്ടെങ്കിൽ, മനുഷ്യനെ ആദരിക്കുന്നുണ്ടെങ്കിൽ ആ പരിസരങ്ങളെ കൂടി ഞാൻ വൃത്തിയായി സൂക്ഷിക്കും.
യൂറോപ്പിലൊക്കെ പരിസരം വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് പോസിറ്റീവായിട്ട് വായിക്കേണ്ടതാണ്. ആ ഒരു സംസ്കാരം കൂടുതൽ വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മുടെ നാട്ടിലും. ഇനിയും അത് കൂടുതൽ വളരേണ്ടതാണ്. അതിന് ഈ ബൈബിൾ ഭാഗങ്ങൾ സഹായകമായി മാറുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു ചോദ്യകർത്താവിന് ഒരു ഉത്തരം ഇതിലൂടെയൊക്കെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്ന്. എല്ലാത്തിനെയും, ഈ പ്രപഞ്ചത്തെയും മനുഷ്യൻ്റെ നിലനിൽപ്പിനെയും എല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ ഈ മനോഹരമായ പ്രപഞ്ചത്തെ, മനുഷ്യകുലത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സകലരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞാൻ അത്തിമരത്തോട് പറഞ്ഞു, എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ അത്തിമരം പുഷ്പിച്ചു. കസാൻഡസാക്കിസിൻ്റെ വളരെ പ്രശസ്തമായ ഈ വാക്യങ്ങൾ അന്വർത്ഥമാണ്. നമുക്ക് മണ്ണിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു ആത്മീയത സ്വന്തമാക്കാം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.